ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻ്റ് ആയിട്ട് ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു വഴുതനയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വഴുതനയെക്കുറിച്ചാണ്. അവൻ്റെ എൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലും ഒക്കെ നിൽക്കുന്ന ചെടികൾ കണ്ടോ, കരിഞ്ഞ പോലെ നിൽക്കുന്നത് കണ്ടോ. അത് ഞാനൊരു 2 ദിവസം എനിക്ക് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഒരാളെ വെള്ളം ഒഴിക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവർ ഒഴിക്കാൻ മറന്നു പോയതാണോ, അങ്ങനെ എന്തോ കാരണവശാൽ ഒരു ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്ന ചെടിയല്ലേ, ചൂട് നേരിട്ട് കിട്ടുന്നതാണ്. വാടിയും കരിഞ്ഞും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ദൈവാദിനത്തിന് എൻ്റെ ചുവട് പോയിട്ടില്ല. ചെറിയ ചെറിയ മുളകളൊക്കെ പൊട്ടിക്കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ചെറിയ ചെറിയ നാമ്പുകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. വഴുതന വളർത്താൻ നമുക്ക് ഇതുപോലെ വിത്തുകളെ പാകി മുളപ്പിച്ചെടുക്കാവേ. ഒന്നും നോക്കാനില്ല. വഴുതനയുടെ വിത്തുകൾ ഇപ്പം നമ്മളെ കറി വെക്കാൻ വാങ്ങിക്കുന്നതിനകത്ത് വിളഞ്ഞ വിത്തുകൾ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. നമ്മുടെ പോട്ടിംഗ് മിക്സറോ അല്ലെങ്കിൽ വെറുതെ മണ്ണോ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വിതറുക. അതിൻ്റെ മുകളിലേക്ക് ഒരു ഇച്ചിരി ചകിരിച്ചോറ് ഇട്ടിട്ട് നനച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കിളുത്ത് വരും. അതല്ലെങ്കിൽ നമുക്ക് തൈകളെ മാറ്റി നട്ടിട്ടും വളർത്തിയെടുക്കാം. ഇത് കണ്ടോ, ഈ ചെടിയുടെ കൂട്ടത്തിൽ വളർന്നു വന്നിരിക്കുന്ന, നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നിരിക്കുന്ന ഒരു വഴുതനയുടെ തൈയാണേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഈ പാത്രം ഇതിൽ നിന്നൊന്ന് പൊക്കിയെടുത്ത് താഴെ വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് നല്ല ബലത്തിൽ കുത്തിയെടുക്കാൻ പറ്റാതെ വരും. അപ്പം ഞാൻ ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇതിൻ്റെ വേര് കുത്തിപ്പോകാതെ കണ്ടോ, ഇങ്ങനെ ഇതിനെ ഇങ്ങോട്ട് പൊക്കിയെടുത്തു. ചുവട്ടിലെ വേരും മണ്ണും ഒന്നും ഇളകിയിട്ടില്ല, ഇങ്ങനെ പൊക്കിയെടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് ചുവട് പിടിപ്പിച്ചെടുക്കണം. എപ്പോഴും ഒന്നുകിൽ ഒരു ചെറിയ പാത്രത്തിനകത്തോട്ട് വെച്ച് ചുവട് പിടിപ്പിച്ചതിന് ശേഷം മാറ്റി നടാൻ നോക്കുക. അതല്ലെങ്കിൽ എവിടെയെങ്കിലും തണലുള്ള സ്ഥലത്ത് പാത്രത്തിനകത്ത് വെച്ച് ചുവട് പിടിപ്പിക്കുക. ഈ വഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വഴുതനയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന, ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമുണ്ടെങ്കിൽ അതാണ് ഇവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. അതുപോലെ ഒരു കുറവുമില്ലാതെ വെള്ളവും കൊടുക്കണം. ഇത് നല്ലൊരു തണലുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് നട്ടു വളർത്താം. ചുവട് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി നടാം. അപ്പം ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണ് കൂട്ടിക്കൊണ്ടു. നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. അതുപോലെ നല്ല കറുത്ത നിറം കണ്ടോ, നല്ല ജൈവാംശമുള്ള മണ്ണിലാണ് വഴുതന നന്നായി വളരുന്നത്. ഇത് ഞാൻ എൻ്റെ പറമ്പിലെ മണ്ണിനകത്തോട്ട് ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. നല്ല വളക്കൂറുണ്ട് ഇതിന്. ചെടി ചുവട് പിടിച്ച് വളർന്നു തുടങ്ങിയാൽ നമ്മളതിന് വളം കൊടുക്കണം. അപ്പോൾ ഇത് ചുവട് പിടിച്ച് വളർത്തുകയാണ്. ഇതിൻ്റെ ചുവട്ടിലുള്ള കാടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് മാറ്റിക്കോണം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം കളകൾ വലിച്ചെടുക്കും. കണ്ടോ, അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ കളകളെയെല്ലാം പറിച്ച് മാറ്റി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നല്ല ഇളക്കമുള്ള മണ്ണാണ്. വഴുതനയ്ക്ക് വളരാൻ ഏറ്റവും നല്ലത് മണൽ ചേർന്ന മണ്ണാണ്. ചെളിയൊക്കെ ചേർന്ന മണ്ണിലാണെങ്കിലും വഴുതനകൾ വളരും. അപ്പം ഇതുപോലെ നമ്മൾ ചുവട്ടിലെ മണ്ണിനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചുവട്ടിലെ മണ്ണിനെ ഞാൻ ചെടിയുടെ ചുവട്ടിലോട്ട് അടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും ജൈവവളം, അത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ കോഴിവളമോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നത് കൂട്ടുവളം എന്ന് പറയുന്ന മേടിക്കുന്ന വളമാണ്. അപ്പം ഇതേപോലെ ഞാൻ ഒരു പിടി കൂട്ടുവളം ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഒത്തിരി വളം ഇട്ട് കൊടുക്കണ്ട, ചെടി ഇത്രയും വലിപ്പമല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ ഈ കൂട്ടുവളം ഇട്ടതിൻ്റെ മുകളിലേക്ക് കുറച്ച് പോട്ടിംഗ് മിക്സ് ആണേ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പോട്ടിംഗ് മിക്സ് ആണ്, കുറച്ച് മതി. അത് നമുക്ക് ഇതേപോലെ ഇട്ട് നിരത്തി കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം സൗകര്യത്തിനടുത്തുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ കൊടുക്കുക. അതല്ലേ നമ്മൾ വൈകുന്നേരം വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൊടുത്താലും മതി. ഇത് കണ്ടോ, പൂക്കളും ഉണ്ടായി കായ്കളും ഉണ്ടാകാൻ തുടങ്ങിയൊരു ചെടിയാണ്. അപ്പം ഈ പൂക്കളും കായ്കളും ഉണ്ടാകാൻ തുടങ്ങുന്ന അവസരത്തിൽ നമ്മൾ നിർബന്ധമായും ഇതിൻ്റെ ചുവട്ടിൽ മൾച്ചിങ് കൊടുക്കണം. വളരുന്ന ഓരോ പ്രായത്തിലും കൊടുക്കാം. ഇതിൻ്റെ ചുവട്ടിൽ ഇപ്പം മൾച്ചിങ് ഉണ്ട്. എന്നാലും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇത് കണ്ടോ, ഈ ഉണങ്ങിയ ഇലകളോ അല്ലെങ്കിൽ തടിക്കഷ്ണോ ഈ ചെറിയ ചെറിയ ചിന്തേരി പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് മൾച്ചിങ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണിനെ കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു പിടി വളം ഇടാൻ പോവുകയാണേ. നമ്മൾ ഈ വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രായമാകുന്ന ചെടിക്ക് മുതൽ, അല്ലെങ്കിൽ ചുവട് പിടിച്ച ചെടിക്ക് വളം ഇട്ട് കൊടുക്കുമ്പോൾ മുതൽ
ഓരോ 3 ആഴ്ചയെങ്കിലും കൂടുമ്പോൾ ഇത്തരത്തിലുള്ള വളം, അതായത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കണം. ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും സ്ലറികൾ, അതായത് ഫിഷ് അമിനോ ആസിഡ് നേർപ്പിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മളുടെ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന നേർപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പച്ചച്ചാണകത്തിൻ്റെ സ്ലറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്ലറിയും ആഴ്ചയിൽ 1 ദിവസം വീതം ഇവർക്ക് കൊടുക്കാൻ മറന്നു പോകരുത്. വഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളം കുറഞ്ഞാൽ വളർച്ചയും കുറയും, വിളവും കുറയും. അപ്പോൾ ഞാൻ ഈ ചെടിയുടെ ചുവട്ടിൽ ഇതുപോലെ 1 പിടി കൂട്ടുവളം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പോട്ടിംഗ് മിക്സും കൂടെ ഞാൻ ഇടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ചെറിയ മൾച്ചിങ് ഉണ്ടായിരുന്നതാണേ, അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് മാത്രം മണ്ണിട്ട് കൊടുക്കും. ഇനി ഇത് ഉണങ്ങിയ ഇലകളാണേ, അപ്പം ഞാനത് ഒരു മൾച്ചിങ് പോലെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയും ചെയ്താൽ ഇവർ നല്ലപോലെ വളർന്നോളും. നമ്മൾ ഈ മൾച്ചിങ് കൊടുക്കുന്നത് ചുവട്ടിലെ നനവും ജലാംശവും കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നനവും ജലാംശവും നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാകുകയുള്ളൂ. വഴുതനയ്ക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കണം. വെള്ളം കൂടിപ്പോയാൽ വളരെ വേഗത്തിൽ വേരുകൾ ചീഞ്ഞു പോകുന്ന ഒരു ചെടിയാണ് വഴുതന. പക്ഷേ വെള്ളം കുറഞ്ഞാലോ വളർച്ചയും കുറയും, വിളവും കുറയും, ഉണ്ടാകുന്ന കായ്കൾക്ക് രുചി കുറയുമെന്ന് മാത്രമല്ല കയ്പും കൂടെ വന്നു തുടങ്ങും. പല ആൾക്കാരും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, അവരുടെ സാലഡ് കുക്കുംബറിന് കയ്പ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വഴുതനയ്ക്ക് കയ്പ് വന്നിട്ടുണ്ട് എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വെള്ളം കുറഞ്ഞു പോകുന്നതാണ്. ഇപ്പം ഈ അടുത്ത സമയത്താണ് അത്തരത്തിലുള്ള കമൻറ്റുകൾ എനിക്ക് കൂടുതൽ വന്നിരിക്കുന്നത്. അതിപ്പം നമുക്കറിയാം, നമ്മുടെ സാഹചര്യം കുറച്ച് മാസങ്ങളായിട്ട് ചൂടെന്ന് പറഞ്ഞാൽ ഒരു 40 ഡിഗ്രി 42 ഡിഗ്രി ആ ഒരു കണക്കിലുള്ള ചൂടാണ് ഇപ്പം ഞങ്ങളുടെ പോലെ കോട്ടയം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ചൂടുള്ള സമയത്ത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കൊടുത്തെന്ന് പറഞ്ഞാലും അന്തരീക്ഷത്തിൻ്റെ ചൂട് അവരെ കാര്യമായി ബാധിക്കും. കഴിഞ്ഞ 1-2 വീഡിയോകളിൽ എനിക്ക് വരുന്ന ഏറെയും കമൻറ്റ് എന്ന് പറയുന്നത് ചെടികളുടെ പൂക്കളെല്ലാം വഴുതനയുടെ ആയാലും തക്കാളിയുടെ ആയാലും മുളകിൻ്റെ ആയാലും ഒക്കെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു, അതുപോലെ കായ്കൾ പിടിക്കുന്നില്ല, വെള്ളരിക്കയ്ക്ക് കായ ഉണ്ടാകുന്നില്ല, സാലഡ് കുക്കുംബറിന് കായ ഉണ്ടാകുന്നില്ല, അങ്ങനെ പല പരാതികളായിരുന്നു കമൻറ്റുകളായിട്ട് വന്നിരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വളരെ ചൂട് കൂടിയ അവസരത്തിലും വളരെ ചൂട് കുറഞ്ഞ അവസരത്തിലും പോളിനേഷൻ നടക്കാതെ പോകും. പോളിനേഷൻ നടക്കാതെ പോകുന്നതാണ് പൂക്കളും കായ്കളും കൊഴിഞ്ഞു പോകാനുള്ള പ്രധാന കാരണം. ഈ അതികഠിനമായ ചൂട് വരുന്ന അവസരങ്ങളിൽ പോളൻസ് കരിഞ്ഞു പോകും. അങ്ങനെ പോളൻസ് കരിഞ്ഞു പോകുന്നതാണ് പോളിനേഷൻ നടക്കാത്തതിൻ്റെ പ്രധാന കാരണം. അല്ലാതെ തേനീച്ചകളുടെയോ വണ്ടുകളുടെയോ ഒന്നും കുറവ് മാത്രമല്ല സംഭവിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് വഴുതനയ്ക്കും മുളകിനും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ കായ്കൾക്ക് കയ്പ് വരാനുള്ള കാരണവും ചുവട്ടിൽ വെള്ളം കുറഞ്ഞു പോകുന്നതിൻ്റെതാണ്. മാസത്തിൽ നമ്മൾ 2 പ്രാവശ്യമെങ്കിലും ഇതേപോലെ സ്യൂഡോമോണാസ് കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. വഴുതനയ്ക്ക് പ്രത്യേകിച്ച്, വഴുതനയ്ക്ക് മാത്രമല്ല മുളക് തക്കാളി പോലെയുള്ള ചെടികൾക്കും അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ സ്യൂഡോമോണാസ് കൊടുത്തുകൊണ്ടിരുന്നാൽ വാട്ടരോഗം നല്ലൊരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. വാട്ടരോഗം വന്നു പോയാൽ നമുക്ക് രക്ഷിക്കാൻ പ്രയാസമാണ്. വാട്ടരോഗം വരാതിരിക്കാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പണി ഇതാണ്: മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും സ്യൂഡോമോണാസ് കലക്കി ഒഴിക്കുക. അത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം. അതിച്ചിരി കൂടിയാലും ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സപ്പോർട്ട് നമ്മുടെ ചെടിക്ക് വെച്ച് കൊടുക്കണം. അത് ചുവട് ചേർത്ത് കുത്തരുത്, കുറച്ച് മാറ്റി വെക്കണം. അതല്ലെങ്കിൽ നമുക്ക് ചെടി നട്ടുപിടിപ്പിക്കുന്ന ഉടനെ തന്നെ ഇത്തരത്തിലുള്ള സപ്പോർട്ടും കൂടെ കൊടുക്കാം. അതിനുശേഷം വളർന്നതിന് ശേഷം കെട്ടിക്കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ ചെടിയെ ഈ കമ്പയിലോട്ട് ചേർത്ത്, അത്ര ബലമായിട്ടല്ല, എന്നാൽ ഒരു കാറ്റ് പിടിച്ചാൽ മറിഞ്ഞു പോകാതെയും ഒടിഞ്ഞു പോകാതെയും ഒക്കെ ഇരിക്കത്തക്ക രീതിയിൽ നമ്മളൊരു സപ്പോർട്ടുമായിട്ട് ചേർത്ത് കൂട്ടി കെട്ടിവെക്കണം. ഇങ്ങനെ നമ്മൾ വളവും വെള്ളവും പുതയിടിയിലും ഒക്കെ നടത്തിയതിന് ശേഷവും എല്ലാ ആഴ്ചയും ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി, അത് ഇപ്പം നമ്മളൊക്കെ സാധാരണ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൊടുക്കുന്നത് വേപ്പെണ്ണയും സോപ്പും ചേർന്നാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പെസ്റ്റിസൈഡായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് തന്നെ ധാരാളം മതി. ഈ വഴുതനയെ പല തരത്തിലുള്ള കീടങ്ങൾ, പുഴുക്കളായാലും വണ്ടുകളായാലും ഒക്കെ ബാധിക്കുന്നതാണ്. അതിനെല്ലാം നല്ലൊരു പരിഹാരമാണ് വേപ്പെണ്ണയും സോപ്പും ചേർന്നിട്ടുള്ള മിശ്രിതം. ഇനി വേപ്പെണ്ണ ഇല്ലെങ്കിൽ നമ്മളുടെ സാധാരണ എണ്ണകളാണെങ്കിലും മതി. അതല്ല, ഈ എണ്ണകളൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി സോപ്പാണെങ്കിലും മതി. നമ്മളെല്ലാ ആഴ്ചയും സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ വഴുതനയെ നല്ലൊരു പരിധി വരെ കീടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും.
നമുക്ക് വഴുതനയുടെ ഒരു ചെറിയ വിളവെടുപ്പ് കൂടെ നടത്താം. വഴുതന മാത്രമാണ് ഞാനിന്ന് വിളവെടുക്കുന്നത്. ഈ വഴുതന ഉപയോഗിച്ച് ഒരു കറി വെക്കുന്നത് നമ്മുടെ ചില്ലി ജാസ്മിൻ ഒരു പുതിയ ചെറിയ വ്ളോഗ് ചാനലുണ്ട്. ചില്ലി ജാസ്മിൻ വ്ളോഗ്സിൽ ഈ വഴുതന ഉപയോഗിച്ച് വെക്കുന്ന കറിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണേ. നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത് നമ്മളുടെ അടുക്കളയിൽ പാകപ്പെടുത്തിയെടുക്കുന്ന കറികളാണ് അതിനകത്ത് വരുന്നത്. നമുക്കിത് ഈ വഴുതനയുടെ വിളവ് തന്നെ ആദ്യം എടുക്കാം. ഇത് ചെറിയ ഇനം കായ്കൾ ഉണ്ടാകുന്ന ഒരു വഴുതനയാണേ. അപ്പം ഞാൻ അതിൻ്റെ കായ്കൾ അങ്ങോട്ട് പറിച്ചെടുക്കുക. ഞാൻ പറിച്ചെടുക്കുമ്പം മുഴുവനെ പറിച്ചെടുക്കുകയാണേ. ഇപ്പം ഇത് കണ്ടോ, ഇതൊരു മുട്ട വഴുതനയാണേ. കണ്ടോ, നല്ല വെളുത്ത നിറവും കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ മുട്ട വഴുതന വിളവെടുത്തു. അതുപോലെ ഞാൻ ഇതിനകത്തേതും എല്ലാം എടുക്കുവാണേ. അപ്പോൾ ഇനി ഇവർ ഉണ്ടായി വരട്ടെ. ഇനി ഇത് കണ്ടോ, ഇത് വേറൊരിനമാണേ. കണ്ടോ, വെളുത്ത നിറത്തിൽ വയലറ്റ് വരകളുള്ള ഒരിനം വഴുതനയാണ്. ഇതൊക്കെ കുറച്ചും കൂടെ വലുതാകുന്നതാണ്. പക്ഷേ ഈ ചൂട് കാലമല്ലേ, ഈ ചൂടിനെ അതിജീവിച്ച് ഇത്തരത്തിലുള്ള നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഈ പാവം ചെടികൾ, ഇത്രയും മാത്രം ആരോഗ്യമുള്ള, ഇത്രയും മാത്രം വലിപ്പമുള്ള ഈ ചെടികൾ എങ്ങനെ സഹിച്ചു തീർക്കും? അപ്പം ഇത്രയും വഴുതനങ്ങ കിട്ടി. ഇത് കായ്ച്ച കുത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാകുന്ന അവസരത്തിൽ. അപ്പം ഞാൻ ഈ കായ്ച്ചയെ പിടിക്കാനൊരു കെണി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഈ പാത്രത്തിൻ്റെ പുറത്ത് വന്ന് കായ്ച്ചിരിക്കുന്നുണ്ടോ? കണ്ടോ? ഇനി നമുക്കിത് ഇതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിട്ടാണിത് ചെയ്തത്. ഇതിനകത്ത് നോക്കിയാൽ കായ്ച്ച കിടക്കുന്നത്. ഇതുപോലെ കായ്ച്ചകളാണ് എല്ലാ തോട്ടങ്ങളിലും. ഇതൊരു ചെറിയ പച്ചക്കറി വളർത്തുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും എന്തുമാത്രം കായ്ച്ചെന്നുണ്ടോ? ഇതിലൊരെണ്ണം ഒരു പ്രാവശ്യം നമ്മുടെ കായെ കുത്തിയാൽ നമ്മുടെ കായ്കൾ നഷ്ടപ്പെട്ടു പോവും. ഇനി നമുക്ക് ഇവിടെ ഒരു പച്ച നിറത്തിലുള്ള ഉരുണ്ട വഴുതനയുണ്ട്. ഇതുണ്ടോ, നല്ല വഴുതനയാണതും. അപ്പം നമുക്കത് 1-2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അതും കൂടി ഇങ്ങോട്ട് പറിച്ചെടുത്തേക്കാം. കണ്ടോ, അതുപോലെ ഇവിടെ എവിടെയോ കൂടെ ഉണ്ട്. അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പം നമ്മളിത് ഇത്രയും വഴുതനയാണ് വിളവെടുത്തിരിക്കുന്നത്. കുറച്ച് എണ്ണങ്ങളേ ഉള്ളൂ. ഈ ചൂടിനെ അതിജീവിച്ച് ഇതൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വല്ല മലയോര പ്രദേശങ്ങളോ റബ്ബർ തോട്ടത്തിന് നടുക്ക് പച്ചക്കറി വളർത്തുന്നവരോ അങ്ങനെയുള്ളതൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ സമയത്ത് നന്നായിട്ട് വിളവ് കിട്ടുകയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.